ഇന്ന് മെയ് 5, നാളെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. ഇന്നലെയായിരുന്നു നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട്. പൂരത്തിനും സാമ്പിളിനും ഇടയിലുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് റൗണ്ട് മൊത്തം ഒന്ന് കറങ്ങിയിട്ട് അവിടെയുള്ള പന്തലും നമ്മുടെ വടക്കുനാഥനും പൂരത്തിനോടനുബന്ധിച്ചുള്ള മറ്റ് കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഈ എക്സിബിഷൻ്റെ ഗ്രൗണ്ട് എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ പാർമേക്കാവ് അമ്പലം ഉണ്ടായിരുന്നു. അതെടുക്കാൻ ഞാൻ വിട്ടുപോയി. അത് വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ഒരുപാട് കമ്മൽ വിൽക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാൾ ഞാൻ പൂരത്തിന് പോയിട്ട് ഇതുപോലെ ഇത്രയധികം കമ്മൽ വിൽക്കുന്ന ആൾക്കാരെ ഇവിടെ കണ്ടിട്ടേ ഇല്ല. സാധാരണ ഇവിടെ മുകളിലേക്ക് കറക്കി വിടുന്ന കുറേ ഐറ്റംസ്, ലൈറ്റ് കത്തുന്ന കുറേ ഐറ്റംസ്, ബലൂൺസ് അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാവാറെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ നമ്മുടെ പൊരിക്കടകൾ, കൈനോട്ടക്കാർ, ഇതൊക്കെ എല്ലാ വർഷവും പൂരത്തിനുണ്ടാവാൻ തന്നെയാണ്. ഈ വർഷം അതിനൊരു കുറവില്ല. നിറച്ച ആൾക്കാർ അവിടെയുണ്ട്. അവിടെ വടക്കുന്നാഥൻ്റെ അവിടെ നിറച്ച ആൾക്കാരുണ്ട്. എന്തോ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിലും സാധാരണ ദിവസങ്ങളിലും ഈവനിങ് ടൈം അവിടെ നിറച്ച ആൾക്കാർ ഇരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ പൂരം പ്രമാണിച്ച് അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറിയില്ല, മൊത്തം ഒന്ന് റൗണ്ട് കവർ ചെയ്തിട്ട് പോയാണ് ചെയ്തത്. അങ്ങനെ നമ്മളിതാ പോയി ഇവിടെ പന്തലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന പന്തൽ. നമ്മളൊരു 3 മണി 4 മണി സമയത്താണ് ഈ വീഡിയോ എടുക്കാനായിട്ട് പോയത്. ഇപ്പോഴും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എക്സിബിഷൻ്റെ മുന്നിലൊക്കെ നല്ല തിരക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വേഗം പോയി ഷൂട്ട് ചെയ്തിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ പന്തൽ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് രണ്ടാമത്തെ പന്തലിൻ്റെ അവിടേക്കാണ്. മൊത്തം 3 പന്തലാണ് നമുക്ക് ഈ റൗണ്ട് ചുറ്റിടുമ്പോൾ കാണാൻ പറ്റുന്നത്. ആ 3 പന്തലും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തെ പന്തലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോൾ ഇത് കാണാനായിട്ട് നല്ല രസമായിരിക്കും. ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. എല്ലാ വർഷവും നമ്മൾ രാത്രിയാണ് ഈ പന്തൽ കാണാനായിട്ട് ഇറങ്ങാറുള്ളത്. സാമ്പിളിന് വരുമ്പോഴോ അല്ലെങ്കിൽ പൂരത്തിൻ്റെ അന്ന് നൈറ്റോ ആണ് ഈ പന്തലൊക്കെ കാണാനായിട്ട് വരുന്നത്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഉച്ച സമയത്ത് വന്നിട്ട് തലേ ദിവസത്തെ പരിപാടികളൊക്കെ കാണുന്നത്. ഇവിടെ ഇതാ ഒരു ആന നിൽക്കുന്നുണ്ട്. ആനയുടെ പേരൊന്നും അറിയില്ല. ഏതോ ഒരു ആനേനെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പോയി നമ്മളിത് നമ്മുടെ ലാസ്റ്റ് 3ാമത്തെ പന്തലിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3ാമത്തെ പന്തൽ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ വീഡിയോ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെയാണ് അവസാനിപ്പിക്കാനും പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൂരത്തിൻ്റെ തലേദിവസം നമ്മൾ റൗണ്ടിൽ കണ്ട കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.